നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും വളരെ നന്നായി പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളിൽ പലരുടെയും ഫേസ്ബുക്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നുമുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ്റെ ആ ഒരു സെക്ഷനിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് എത്രയും പെട്ടെന്ന് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബിൽ നമ്മൾ പ്രോഡക്റ്റ്സ് ടാഗ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഫേസ്ബുക്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള പ്രോഡക്റ്റ്സിനെ ടാഗ് ചെയ്ത് നമുക്ക് നന്നായി തന്നെ പൈസ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ഈ റീൽസിനോടും പോസ്റ്റിനോടും ഒക്കെ ഒപ്പം ഈ പ്രോഡക്ട്സിനെ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള പ്രോഡക്ട്സിനെ എങ്ങനെയാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഫേസ്ബുക്കിൽ ഗ്രോ ചെയ്ത് വളരെ നന്നായി പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്ക്, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ മോണിറ്റൈസേഷൻ്റെ പേജ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുറേ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇവിടെ എനിക്കൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, അഫിലിയേറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനാണ് ഇപ്പോൾ ഓപ്പണായി വന്നിരിക്കുന്നത്. ഇവിടെ കുറേ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, അഫിലിയേറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അതിൻ്റെ താഴെ ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഓൺ ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക സൈൻ അപ്പ് ടു ടേൺ യുവർ സ്റ്റൈൽ ഇൻ ടു ഏണിങ്സ് വിത്ത് ഫ്ലിപ്കാർട്ട്. ഇവിടെ ഏറ്റവും താഴെ നോക്കുക കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഈ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഏറ്റവും താഴെ നോക്കുക അലവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഈ അലവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഫ്ലിപ്കാർട്ട് അക്കൗണ്ടിനെ നമ്മുടെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുമായി കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നോർമലി നമ്മുടെ ഈ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് സെയിം ഫോണിൽ തന്നെ ലോഗിനായി കിടക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആയി പോയനെ. പക്ഷേ എൻ്റെ ഈ ഫോണിൽ എൻ്റെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് ലോഗിൻ അല്ല, അത് മറ്റൊരു ഫോണിലാണുള്ളത്. അപ്പോൾ അതിനെ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒന്നെങ്കിൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഏറ്റവും താഴെ നോക്കുക കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടായിരിക്കും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇവിടെ ഏറ്റവും താഴെ നോക്കുക വെരിഫൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഈ വെരിഫൈയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കുക എൻ്റെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് ഇവിടെ ലോഗിനായി വന്നിട്ടുണ്ട്, എൻ്റെ പേരും മൊബൈൽ നമ്പറും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഈ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കൺഗ്രാറ്റ്സ് യു ആർ റെഡി ടു ഏൺ വിത്ത് ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ട് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുമായിട്ട് ഇവിടെ ലിങ്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ഏറ്റവും താഴെ ഡൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഫേസ്ബുക്കിൽ റീൽസും പോസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ഈ പ്രോഡക്ട്സിനെ എങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടുന്ന എല്ലാ സെറ്റിങ്സും ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക ഏൺ മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ സ്റ്റാർട്ട്സ് ഓൺ ആണ്, കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓൺ ആണ്. അതിൻ്റെ താഴെയായിട്ട് ആഡ് പ്രോഡക്റ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലൂടെയാണ് നമ്മൾ നമ്മുടെ പ്രോഡക്ട്സിനെ ടാഗ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 2 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെയുള്ളത് ക്രിയേറ്റ് കസ്റ്റം ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഈ മൊബൈലിൽ തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ട് ഉണ്ടെങ്കിൽ അതിനെ ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റാണോ നമ്മൾ ടാഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഇതേപോലെ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഇതേപോലെ കോപ്പി ചെയ്തെടുത്ത് തിരിച്ച് നമ്മളിവിടെ നമ്മുടെ ഫേസ്ബുക്കിൽ വന്ന് ഇവിടെ നമുക്ക് ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വീണ്ടും നമ്മളൊന്ന് ബാക്ക് വരിക. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ സീ ഓൾ പ്രോഡക്ട്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക്, ഇവിടെയും നമ്മുടെ ഫേസ്ബുക്കിലുള്ള എല്ലാ പ്രോഡക്ട്സിനെയും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെയും സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ഈ റീൽ എന്ന് പറയുന്നത് എൻ്റെ പട്ടിക്കുട്ടിയുടെ ഒരു റീലാണ്. അപ്പോൾ അവൻ്റെ കഴുത്തിൽ ഞാനൊരു ബ്ലൂ കളറിൽ ഹാർനസ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഞാനിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുന്നു, ഡോഗ് ഹാർനസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് കുറേ ഹാർനസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കുക, നമ്മളുടെ റീലിൽ കാണുന്ന പ്രോഡക്റ്റുമായി മാച്ച് ആവുന്ന ഒരു പ്രോഡക്റ്റ് വേണം നമ്മളിവിടെ സെലക്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ബ്ലൂ കളറിലുള്ള ഒരു ഹാർനസ് കാണുന്നുണ്ട്. ഇത് എൻ്റെ റീലിൽ എൻ്റെ പട്ടിക്കുട്ടിയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ ഹാർനസുമായി കറക്റ്റായി മാച്ച് ആവുന്ന ഒരു ഹാർനസാണ്. അപ്പോൾ ഇതിനെ തന്നെ ഞാൻ സെലക്ട് ചെയ്തെടുക്കുന്നു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെയും ഉണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്ത് കൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ആഡ് ടു ലേറ്റസ്റ്റ് ഡ്രാഫ്റ്റ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ റീലിലേക്ക് ടാഗ് ആയിക്കോളും. അപ്പോൾ ഞാനിവിടെ ആഡ് ടു ലേറ്റസ്റ്റ് ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, നമ്മുടെ ആ റീലിൽ ഇവിടെ ആ പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഇതിവിടെ ടാഗ് ആയിട്ടുണ്ട്.
ഇനി ഇവിടെ ഏറ്റവും മുകളിൽ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സേവിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ ഏൺ മണി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മളിപ്പോൾ ടാഗ് ചെയ്ത് കൊടുത്ത ആ ഒരു പ്രോഡക്റ്റും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ സെറ്റിങ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ താഴെയായിട്ട് നോക്കുക, ഷെയർ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ റീല് പബ്ലിക്കായി അപ്ലോഡ് ആയിക്കോളും. ഇനി നമുക്ക് ആ റീലിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് ഓഡിയൻസ് കാണുമ്പോൾ അവരെ എങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ റീലൊന്ന് പ്ലേ ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, എൻ്റെ പേര് കാണിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഞാനിപ്പോൾ ടാഗ് ചെയ്ത് കൊടുത്ത ആ പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്. 1-2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പിക്ചറോട് കൂടി അതിൻ്റെ ആ ഫോട്ടോയോട് കൂടിയും അതിൻ്റെ ആ പേര് അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓഡിയൻസ് ഇതേപോലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് നേരെ അവരുടെ ഫ്ലിപ്കാർട്ടിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നും അവർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് അവർക്ക് മേടിക്കാവുന്നതാണ്. അവർ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും ശരി, അതിൽ നിന്നുള്ള കമ്മീഷൻ നമുക്ക് കിട്ടിയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ റീലിനോടൊപ്പം പ്രോഡക്റ്റ്സ് ടാഗ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ റീലിൽ കാണുന്ന വളരെ വ്യക്തമായി കാണുന്ന പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ ഇതിനോടൊപ്പം ടാഗ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഈ റീലിൽ കാണാത്ത പ്രോഡക്റ്റ് നിങ്ങൾ ടാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രോഡക്റ്റിനെ നിങ്ങളുടെ റീലിൽ നിന്നും റിമൂവ് ചെയ്ത് കളയും. ഇത് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഒരു മാച്ചും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് എൻ്റെ ഒരു റീലിനോടൊപ്പം ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിരുന്നു. അതിനുശേഷം എനിക്ക് വന്നൊരു മെസ്സേജാണ് ഈ സൈഡിൽ കാണുന്നത്. ഇവിടെ നോക്കുക, പ്രോഡക്റ്റ് റിമൂവ്ഡ്. കാരണവും താഴെ കാണിക്കുന്നുണ്ട്, യുവർ പ്രോഡക്റ്റ് ബാനർ വാസ് റിമൂവ്ഡ് ബിക്കോസ് ദ പ്രോഡക്റ്റ് ഡസ് നോട്ട് മാച്ച് യുവർ കണ്ടന്റ്. അതായത് നമ്മുടെ കണ്ടന്റിൽ കാണിക്കുന്ന ഒരു കാര്യവുമായിട്ട് ഇത് മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് ഈ പ്രോഡക്റ്റിനെ ഫേസ്ബുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ റീലിൽ കാണുന്ന ഒരു പ്രോഡക്റ്റ്, വ്യക്തമായി കാണുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം അതിനോടൊപ്പം നിങ്ങൾ ടാഗ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്നും വളരെ നന്നായി പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ ഈ മോണിറ്റൈസേഷൻ്റെ ആ ഒരു സെക്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള ഈ ഷോപ്പിംഗ് അഫിലിയേറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആ സെറ്റിങ്സും കാര്യങ്ങളും കറക്റ്റായി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഓരോ റീൽസിനോടൊപ്പം ആ റീലിൽ കാണുന്ന പ്രോഡക്ട്സിനെ നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് വളരെ നന്നായി പൈസ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.